ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നും നാളെയുമായി പ്രഖ്യാപിക്കും. രാവിലെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചേരും. CPI മത്സരിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. CPM മത്സരിക്കുന്ന 15 ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നാളെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇടതുമുന്നണിയിൽ ഒരു മുഴ മുന്നേ എറിഞ്ഞു CPI. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും, മാവേലിക്കരയിൽ CA അരുൺകുമാറും, തൃശൂരിൽ VS സുനിൽകുമാറും മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. വയനാട്ടിൽ ആനി രാജയെ നിർത്താമെന്ന ശുപാർശയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചു. ജില്ലാ നേതൃയോഗങ്ങൾ ഇതിനൊപ്പം 2 പേരുകൾ കൂടി ചേർത്ത് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് പന്ന്യന് പുറമെ K പ്രകാശ് ബാബു, സത്യൻ മൊകേരി എന്നീ പേരുകൾ കൂടി നൽകിയിട്ടുണ്ട്. എന്നാൽ പന്ന്യനിലേക്ക് എത്തിപ്പെടാനാണ് സാധ്യത. മാവേലിക്കരയിൽ CA അരുൺകുമാറിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയത്. എന്നാൽ ജില്ലാ കൗൺസിൽ നൽകിയ പട്ടികയിൽ അരുൺകുമാറിന്റെ പേരില്ലാത്തത് പാർട്ടിക്ക് മുന്നിൽ വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മുൻ MLA K അജിത്, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CK ആശ എന്നീ പേരുകളും ജില്ലാ നേതൃത്വം നൽകുന്നുണ്ട്. തൃശൂരിൽ VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. KP രാജേന്ദ്രന്റെ പേര് കൂടി ജില്ലാ നേതൃത്വം നൽകുന്നുണ്ട്. വയനാട്ടിൽ ആനി രാജയ്ക്കൊപ്പം സത്യൻ മൊകേരി, PP സുനീർ എന്നീ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിലുണ്ടാകും. 15 സീറ്റുകളിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ നാളെയാണ് പ്രഖ്യാപിക്കുക. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.